അല്പസമയം പ്രാർത്ഥനയോടെ ദൈവവചനത്തിനു മുമ്പാകെ നമുക്ക് ആയിരിക്കാം. പ്രൈസലോ. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതൽ 8, 9, 10 വേദഭാഗങ്ങൾ നമുക്കൊരാൾക്ക് വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. മതി. പ്രൈസലോ. നമ്മളെല്ലാം വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ യാത്ര എപ്രകാരമായിരിക്കണമെന്ന് ഇന്ന് പകൽക്കാലം അല്പസമയം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ വിശ്വാസികളാണ് എന്നുള്ളതാണ്. നമ്മൾ പറയുന്നു നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ് എന്ന് പറയാറുണ്ട്. സ്തോത്രം. എന്നാൽ എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര നമ്മൾ നയിക്കേണ്ടത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പ്രാരംഭമായിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ ദർശനം എന്നുള്ളത്. സ്തോത്രം. വിശ്വാസ ജീവിതം നയിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും ഒരു ദർശനമുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. സ്തോത്രം. ആ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവവചനം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. സ്തോത്രം. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ 10 മണിക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരുന്നത് കൊണ്ട് ആരുടെയും വഴി തെറ്റിയില്ല. എല്ലാവരും എന്ത് ചെയ്തു? ഞായറാഴ്ച ആലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നു. പ്രൈസലോ. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലമായിരിക്കുന്നത് എങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിനനുസരിച്ച് യാത്ര ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരുമിച്ചായിരിക്കാൻ പറ്റുന്നത്. പ്രൈസലോ. ഇത് കേവലം ഒരു യാത്രയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഇതുപോലെ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസലോ. വചനത്തിലേക്ക് നോക്കിയാട്ടെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രൈസലോ. അബ്രഹാം വാഗ്ദത്ത ദേശത്ത് എത്തി. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അബ്രഹാം തൻ്റെ ഭാര്യയോട് ലോത്തിനോട് കൂടെ യാത്ര ചെയ്ത് എവിടെ എത്തി? കനാനിലെത്തി. വാഗ്ദത്ത ദേശത്ത് എത്തി. പ്രൈസലോ. വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം ചെയ്തത് എന്താണ്? ഒരു പരദേശിയെ പോലെ കൂടാരത്തിനകത്ത് പാർക്കുകയാണ്. ആരോടൊപ്പമാണ്? തൻ്റെ മകനായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിനകത്ത് പാർക്കുന്നു. അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, ഇതൊരു വാഗ്ദത്ത ദേശത്തല്ലേ എത്തിച്ചേർന്നിരിക്കുന്നത്? ആ ദേശത്തെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല ഒരു ദേശത്തേക്കല്ലോ നിങ്ങൾ എത്തിച്ചേർന്ന്. ആവർത്തനം 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്ന് മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുള്ള ദേശം, ഗോതമ്പ്, യവം, മുന്തിരിവള്ളി, അത്തിവൃക്ഷം, മാതളനാരകമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. പ്രൈസലോ. ആ ദേശത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. പ്രൈസലോ. ഒന്നിനും കുറവില്ലാത്ത ദേശം. പ്രൈസലോ. പാലും തേനും ഒക്കെ ഒഴുകുന്ന ദേശം, നീരുറവയൊക്കെ ഉള്ള ദേശം, ഫലസമ്പുഷ്ടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. പ്രൈസലോ. എന്നാൽ ഭക്തനായ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ആ നീരൊഴുക്കുകളിലേക്കോ ആ ഫലസമ്പുഷ്ടിയിലേക്കോ തൻ്റെ കണ്ണു പോകാതെ താൻ ഒരു വലിയ ആത്മീയ സത്യം സമൂഹത്തോട് വിളിച്ചു പറയുകയാ, ഞങ്ങൾ ഇവിടെ പരദേശികളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് താൻ കൂടാരത്തിൽ പാർക്കുകയാ. തൻ്റെ തലമുറകൾക്ക് ഈ ഒരു ആശയം പകർന്നു കൊടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇസ്ഹാക്കും യാക്കോബും ഒക്കെ ഒരുമിച്ച് കൂടാരത്തിൽ ഐക്യതയോടെ പാർക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പരദേശികളാണ്. ഹല്ലേലൂയ. ദൈവശില്പിയായി നിർമ്മിച്ചതോ അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനു വേണ്ടി അബ്രഹാം തന്റെ തലമുറയായിട്ട് കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനത്തിന് പ്രാരംഭമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമുക്കൊരു എയിം ഉണ്ടാകണം, നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. എന്തിനാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നത്? ഈ വിശ്വാസ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള ആ നഗരത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പ്രത്യാശയുള്ള ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്തിന്റെ നടുവിൽ എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നോർത്ത് അവർ നിരാശപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും ശ്രേഷ്ഠകരമായി കരുതലുകൾ ഒരുക്കി വെച്ചിട്ടാണ് ഓരോരുത്തരും ദൈവിക പ്രവർത്തിക്ക് വേണ്ടി വിളിക്കുന്നത്. അബ്രഹാമിനെ വാഗ്ദത്ത ദേശത്തേക്ക് വിളിക്കുമ്പോൾ ആ ദേശത്ത് ഒന്നിന്റെയും കുറവില്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ആദാമിനെ ഹവ്വായെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ആക്കുമ്പോ ഈ ഭൂമിയിൽ ഒന്നിന്റെയും കുറവില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുറവ് വരുത്തുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, ആവശ്യമുള്ളതെല്ലാം തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച അതോടുകൂടി ഇതൊക്കെ തരാൻ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ അവനോടുകൂടി സകലതും നൽകാതിരിക്കുമോ എന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോ ഒരു കാര്യം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാ, നമുക്ക് ആവശ്യമുള്ള എല്ലാ കരുതലുകളും ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കരുതലുകളല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആ നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയുവാൻ കഴിയുന്നവർ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നേടുന്ന ഒരു നേട്ടവുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യതയാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു ശിമോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ദൈവമക്കളൊന്ന് കടന്നു വന്നാട്ടെ. സ്തോത്രം. അതിൻ്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാമത്തെ അധ്യായത്തില് അതിൻ്റെ 25-ാമത്തെ വാക്യത്തിനകത്ത് യെരൂശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് ഹന്നയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 37-ാമത്തെ വാക്യത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്. ഈ ഹന്ന ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ രാവും പകലും ആരാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് മശിഹ വെളിപ്പെടും എന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവം ആർക്ക് കൊടുത്തിരുന്നു? ശിമിയോന് കൊടുത്തിരുന്നു, ഹന്നയ്ക്ക് കൊടുത്തിരുന്നു. ഇസ്രായേലിലെ ജനത്തിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശിമിയോനെ സംബന്ധിച്ചിടത്തോളം, ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഈ മശിഹയെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ എന്നുള്ള ഒരു ആലോചന ദൈവസന്നിധിയിൽ പ്രാപിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആലോചനയെ പേറിക്കൊണ്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തൻ്റെ ജീവിത ആയുസ് മുഴുവൻ ഈ ശിമിയോൻ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് കാത്തിരിക്കുന്നത്? ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ മശിഹ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ മശിഹയെ, ആ കർത്താവിനെ കണ്ടിട്ടേ നീ മരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ മനസ്സിലാക്കണം. ചരിത്രം പറയുന്നത് ഏകദേശം 113 വയസ്സ് ഈ പിതാവിനുണ്ടായിരുന്നു എന്നാണ്. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ഏകദേശം 106ഓളം വയസ്സ് ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രായാധിക്യത്തില് പ്രൈസ്
പ്രൈസലോ ശരീരം ക്ഷയിച്ചപ്പോ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴും ആമേ പ്രൈസലോ അവരുടെ അകത്തളങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ആമേൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടുന്ന ആ മശിഹയെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. പ്രൈസലോ ഹല്ലേലൂയ. ആമേൻ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ യേശുവിന്റെ മാതാപിതാക്കൾ യേശു കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോ ആ കുഞ്ഞിനെ കരങ്ങളേറ്റിയിട്ട്, ഇപ്പോ കർത്താവേ എന്നെ തിരികെ വിളിക്കണമേ ഹല്ലേലൂയ എന്ന് താൻ പറയുകയാ. പ്രൈസലോ ഒറ്റ ദൃഷ്ടിയിൽ ശിമിയോന് മനസ്സിലായി ഇത് ആമേൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്. ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞു? ആമേൻ ആ കാത്തിരിപ്പ, ആ ലക്ഷ്യമാ. പ്രൈസലോ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ആമേൻ ഈ വെളിപ്പാട് നമ്മുടെ അകത്തളങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ശക്തിയോടെ കയറുന്നുവെങ്കിൽ ആമേൻ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഇന്ന് പകൽക്കാലം ആമേൻ കണ്ണ് തുറന്ന് കാത്തിരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഇടവരുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ ആമേൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മശിഹ വെളിപ്പെടുമ്പോ ആമേൻ ആ യേശു കുഞ്ഞിനെ കയ്യിലേന്തിട്ട് പറയുക, ആമേൻ ആമേൻ ഇപ്പോൾ ആമേൻ ദൈവമേ എന്നെ വിളിക്കണമേ. കാരണം എന്താ? ആമേൻ നീ എന്നോട് പറഞ്ഞ ആലോചന നിവർത്തീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. എനിക്ക് ആ യേശുവിനെ കാണാൻ പറ്റി, എനിക്ക് മശിഹയെ കാണാൻ പറ്റി. അവൻ വീണ്ടെടുപ്പുകാരനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ അവര് സന്തോഷത്തോടെ ആമേൻ കടന്നു പോകുകയാ. പ്രൈസലോ അന്നയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ? അവളും പ്രതീക്ഷിക്കുന്ന ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരും വെളിപ്പെടുമെന്നാണ്. ആമേൻ ആ പ്രതീക്ഷയുള്ള ഹന്ന എന്ത് ചെയ്യുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധി കാത്തിരുന്നു. ഹല്ലേലൂയ. ആമേൻ ഇന്ന് പകൽക്കാല വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കളോട്, ദർശനം പ്രാപിച്ച ദൈവമക്കളോട്, ആത്യന്തികമായി നിത്യത എന്ന ലക്ഷ്യം പ്രാപിച്ച ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആമേൻ പ്രൈസലോ ആമേൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയെ പ്രാപിക്കുക നാം എല്ലാം ഒരുങ്ങേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആ പ്രായാധിക്യത്തിലും ആ മാതാവ് പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോ, ഉപവാസത്തോടെ കാത്തിരുന്നപ്പോ ആമേൻ ഹല്ലേലൂയ മശിഹയെ കുറിച്ച് സാക്ഷ്യം പറയുക ആ മാതാവിനെ ദൈവം ഉപയോഗിക്കുകയാ. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൽ ഉറപ്പാ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. ഇതുവരെ നമ്മൾ കാണാത്തത് ആമേൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയാ. ഹല്ലേലൂയ. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. ആമേൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വിശ്വാസ ജീവിതത്തിനകത്ത് നമുക്കൊരു ദർശനം, ഒരു ലക്ഷ്യമുണ്ട്. പ്രൈസലോ ഈ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവനാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അബ്രഹാമിനോട് കൂടെ പാർത്തത് ഇസ്ഹാക്ക, യാക്കോബ. എവിടെയാ പാർത്തത്? കൂടാരത്തിലാ പാർത്തത്. പ്രൈസലോ ഈ ഇസ്ഹാക്കിനെ മോറിയ മലയില് യാഗം കഴിക്കാൻ വേണ്ടി അബ്രഹാം കൊണ്ടുപോയത്. പ്രൈസലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യൗവനപ്രായത്തിലുള്ള വ്യക്തിയായിരുന്നു അന്ന് ഇസ്ഹാക്ക്. സ്തോത്രം. വേണമെങ്കിൽ അബ്രഹാമിന്റെ കൈ ഒന്ന് തട്ടി മാറ്റി തൻ്റെ ജീവിതത്തെ തനിക്ക് രക്ഷിക്കാമായിരുന്നു. സ്തോത്രം. സ്തോത്രം. നമ്മുടെ പിള്ളേരെ നമ്മൾ അടിക്കാൻ വേണ്ടി വടിയെടുക്കുമ്പോൾ അവര് കൈ തട്ടി മാറ്റി ഓടത്തില്ലേ? സ്തോത്രം. ആ ചെറിയ വേദന അവര് സഹിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ ഇസ്ഹാക്കിനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ എന്തോണ് കൽപ്പിക്കുന്നത് അതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് കയറിയ ഒരു ദർശനമുണ്ട്. സ്തോത്രം. ആ ദർശനം ആടെ ഹൃദയത്തിൽ കയറി, ഇസ്ഹാക്കിന്റെ ഹൃദയത്തിൽ കയറി. ആമേ പ്രൈസ്. അബ്രഹാം എന്താ വിശ്വസിച്ചത്? മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി അബ്രഹാം ചെയ്തു എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. പ്രൈസലോ എന്താ വിശ്വാസത്തിന്റെ പ്രവൃത്തി? ആമേ ദൈവം എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുവാൻ അബ്രഹാം തയ്യാറായി. പ്രൈസലോ തന്റെ മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി അബ്രഹാം തയ്യാറായി. പ്രൈസലോ ഇസ്ഹാക്കും ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവന്നു. ആമേ ഞാൻ വിശ്വസിക്കുന്ന അകത്തളങ്ങൾ ഒരു പ്രത്യാശ, ഒരു ദർശനം. ദൈവ ശില്പിയായി നിർമ്മിച്ചതോ അടിസ്ഥാനമുള്ള നഗരം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. പ്രൈസലോ ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി? കൂടാരത്തിൽ പാർക്കുമ്പോ
ആമേ പ്രൈസലോ. കൂടാരം മാറ്റി മാറ്റി അടിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ആരാധന സംവിധാനം ഉണ്ടായിരുന്നു. പ്രൈസലോ. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒരു യാഗപീഠമൊക്കെ പണിത് ദൈവത്തെ ആരാധിക്കും. പ്രൈസലോ. ആമൻ ഇത്രയും സമ്പന്നനായി ഇറങ്ങി വന്ന അബ്രഹാമിനോട് മക്കൾ ചോദിക്കും, അപ്പാ ആമൻ ഈ കൂടാരമേ നമുക്കുള്ളോ? പ്രൈസലോ. നമുക്കൊരു വലിയ വീടൊക്കെ വെക്കാൻ പറ്റത്തില്ലേ? പ്രൈസലോ. ആമൻ അബ്രഹാം പറയുന്ന ഒരു ആശയമുണ്ട്, മക്കളെ നമ്മളിവിടെ പരദേശികൾ. ഹല്ലേലൂയ. നമുക്ക് ദൈവം ആമൻ ഹല്ലേലൂയ അടിസ്ഥാനമുള്ള ഒരു നഗരം ഒരുക്കുന്നുണ്ട്. സ്തോത്രം. ആമൻ ചെറിയ പ്രായം തൊട്ട് ഈ ഒരു ദർശനം, ഈ ഒരു ആലോചന ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവ പ്രവൃത്തിക്ക് ഒരിക്കലും അവൻ ഉതറി മാറത്തില്ലെന്ന ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മുടെ തലമുറകളിലേക്ക് ഈ ദർശനം കൈമാറുക. ഇന്ന് പകൽക്കാലം ഓരോരുത്തർക്കും ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ ഒരു ദർശനം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ഒരു ദർശനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയാൻ ആഗ്രഹിക്കുന്നത് 2 കൊരിന്ത്യരിലേക്ക് കടന്നു വരാം. 4-ാമത്തെ അധ്യായം 13-14 വേദഭാഗങ്ങൾ. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിന്റെ 13-14 വേദഭാഗങ്ങൾ. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പം വിശ്വാസത്തിന്റെ ഒരു ദർശനമുള്ള ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കും. ആമേൻ. പ്രൈസ് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സംസാരിച്ചു. പ്രൈസ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ ഞങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിച്ചിരിക്കുന്നുവോ അത് തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നതൊന്ന്, സംസാരിക്കുന്നതൊന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിക്കുന്നതൊന്ന്, പ്രാർത്ഥിക്കുന്നതൊന്ന്, സംസാരിക്കുന്നതൊന്ന്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് സംസാരിക്കുന്നവര്, അവിശ്വാസം സംസാരിക്കുന്നവര്, അസാധ്യം സംസാരിക്കുന്നവര്. എന്ന പൗലോസിന് പറയാനുള്ളത് ഞങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിക്കുന്നു. എന്താ വിശ്വസിച്ചത്? യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എങ്കിൽ ഞങ്ങളെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ ദൈവസന്നിധി നിർത്തും. പ്രൈസ് ദി ലോർഡ്. ദർശനം ഉള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും. എത്ര പ്രതിസന്ധികൾ ഈ ലോകത്തിൽ ആമേ വർദ്ധിച്ചു വന്നാലും, എത്ര പ്രതികൂലങ്ങൾ ദൈവജനത്തിന് എതിരെ കടന്നു വന്നാലും ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കും. എന്താ വിശ്വാസം? ആമേൻ. ഇവിടെ മരിച്ചു വീണാലും ആമേൻ ഞങ്ങളെ ഉയർപ്പിച്ച് ദൈവസന്നിധി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബ് ദൈവസന്നിധി പറഞ്ഞു, ദേഹസഹിതനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തെ കാണും. ആമേൻ. ഈ ശരീരം ഇങ്ങനെ ജീർണിച്ചു പോയാലും, ഹല്ലേലൂയ, ആമേൻ, ഇനി ഇതിനകത്തു നിന്ന് പ്രാണം വിട്ടുപോയാലും ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലതിനെ ചൊല്ലി നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, വേദനപ്പെട്ട്, നിരാശയുടെ വാക്കിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ വാക്കുകളെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ട് ഇന്ന് പകൽക്കാലം പറയുക. ആമേൻ. വിശ്വാസത്തിന്റെ വാക്ക് ആമേൻ നമ്മുടെ വീട്ടിൽ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആമേൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ആമേൻ. ഇന്നൊരു തീരുമാനം എടുക്ക്. എന്തൊക്കെ കഷ്ടതകളിലൂടെ ഞാൻ കടന്നു പോയാലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന്, എൻ്റെ ദൈവം മതിയായവനാണെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വാ തുറന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എൻ്റെ ദൈവം ശക്തീകരിക്കുവാൻ മതിയായവനാ. എൻ്റെ ദൈവം എന്നെ വീണ്ടെടുക്കുവാൻ മതിയായവനാണെങ്കിൽ എന്നെ ഉയർപ്പിക്കാൻ മതിയായവനാ. ദൈവസന്നിധി നിർത്തുവാൻ മതിയായവനാ. ഹല്ലേലൂയ.
റീകാബന ശബ്ദന രാജ ഹൗഡബലഗദലഗ ജീവഗാദഗംദലഗ ജാരശ്രീയാദന. എത്ര വലിയ നിരാശയുടെ ആഴങ്ങളിലേക്ക് താണ്ടുപോയാലോ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്ന ദൈവ പൈതൽ പറയണം, ആമേൻ, ഇവിടെ ഞങ്ങൾ കിടക്കുകയല്ല, മറിച്ച് ഇവിടെ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ പാറമേൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് വരുവാ ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ വാക്ക് വരണമെങ്കിൽ ലക്ഷ്യം എവിടെയായിരിക്കണം? ആമേൻ. സ്തോത്രം. നമുക്കൊരു നിത്യതയുണ്ട്. ആമേൻ. നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ കർത്താവ് പോയിട്ടുണ്ട്. കർത്താവ് വരും, നമ്മളെ ചേർത്തുകൊള്ളും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ലക്ഷ്യമായതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ഇന്നുള്ള സാഹചര്യത്തിൽ ഞാൻ അവസാനിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കഷ്ടത വരും, പ്രയാസം വരും, പ്രതികൂലം വരും, രോഗം വരും, എല്ലാം വരും. പ്രൈസ് ദി ലോർഡ്. ഇനി ആമേൻ അത് നിമിത്തം മരിക്കേണ്ട വന്നാലും ആമേൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആമേൻ ഈ മരണത്തിനപ്പുറത്ത് തന്നെ ഉയർപ്പിച്ച് ദൈവസന്നിധി നിർത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യമുള്ളൂ. ഈ നാവ് ചലിപ്പിച്ച് നിരാശയും ആമേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നതിനപ്പുറത്ത് ഈ നാവ് ചലിപ്പിച്ച് നമ്മുടെ ഭവനത്തിലിരുന്ന് വിശ്വാസത്തിൻ്റെ വാക്ക് പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 5 പേര് ഒരു വീട്ടിലുണ്ട്, 5 പേര് ഒരുമിച്ച് വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അതവിടെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതവിടെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഈ നാവ് കൊണ്ട് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഈ നാവ് കൊണ്ട് നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റും. ആമേൻ. ഈ നാവ് കൊണ്ട് വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ നാവ് കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റും. ഈ നാവ് കൊണ്ട് അനേകരെ അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റീവാന ഹംദുന രഗദരഗജാര അത്തുന രബനഗദരഗ ജീവഗ രഗംധരഗജാര സിയാദന. ഹല്ലേലൂയ. റിവന ഹതുന രഗദരഗജാര സിയാദന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ നാവ് വിശ്വാസത്തിന്റെ വാക്കുകളെ പ്രഖ്യാപിക്കട്ടെ. ഈ നാവ് കൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകളെ പ്രഖ്യാപിക്കട്ടെ. നമ്മൾ വിശ്വസിച്ചത് ഈ ലോകത്തിന്റെ ഒരു ശക്തിയിലല്ല. സ്തോത്രം. നമ്മൾ വിശ്വസിച്ച് ലോകത്തിൽ ഒരു വ്യക്തിയിലുമല്ല. സ്തോത്രം. നമ്മുടെ പ്രതീക്ഷ ആമേൻ നമ്മളെ വിടുവിക്കാൻ ആരെങ്കിലും ലോകത്തിൽ നിന്ന് വരുമെന്നും അല്ല. നമ്മുടെ പ്രതീക്ഷ ആമേ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത കർത്താവ് നമ്മളെ ചേർത്ത് കൊള്ളുവാൻ വരൂ എന്നുള്ളതാ. സ്തോത്രം. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാൻ അവൻ ശക്തനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ലോകത്തിന്റെ നടുവിൽ നിന്ന് വിടുവിച്ചെടുക്കുക എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ 1 ദർശനം ഉണ്ടായിരിക്കണം. സ്തോത്രം. 2 വിശ്വാസത്തിന്റെ വാക്ക് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോഴേ നമ്മൾ പറയുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും കാണുമ്പോൾ പറയും, ഓ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, നടക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് വിശ്വസിച്ചോ അത് നമുക്ക് പറയാൻ കഴിയട്ടെ. സ്തോത്രം. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. 5-ാമത്തെ അധ്യായം, 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം. ആമേ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആമേൻ 7-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:7. സ്തോത്രം. കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ആമേ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ആമേ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ആമേ. വിശ്വാസത്തിന്റെ നടപ്പ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം നിത്യത ആയതുകൊണ്ട് ആമേ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി കാണുന്ന ഒരു കാര്യങ്ങളും നിത്യതയ്ക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതല്ല. സ്തോത്രം. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി കാണുന്ന ഏതെങ്കിലും ഒരു കാര്യം നിത്യതയിൽ പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണോ? സ്തോത്രം. ആമേ. നീരോട്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുന്തിരിയുണ്ട്. ആമേ. പ്രൈസ് ദി ലോർഡ്. അത്തിയുണ്ട്. എല്ലാ ഫലങ്ങളും ഉണ്ട്. ഇതെല്ലാം ആമേ നിത്യതയിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തിലൊന്നും നിത്യതയിലേക്ക് വിടത്തില്ല. നിത്യതയിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ആമേൻ നടപ്പ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഇന്ന് പകൽക്കാലം നമ്മുടെ നടപ്പ് വിശ്വാസത്താലാണ്. വിശ്വാസത്താലാണ്. എന്താണ് അവർ വിശ്വസിച്ചെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കൂടാരത്തിൽ
കൂടാരത്തിനകത്താ പാർക്കുന്നത്. ആമേ പ്രൈസലോ. എന്നാൽ ഈ കൂടാരത്തിനകത്തായിരിക്കുമ്പോൾ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേ സ്വർഗീയമായ പാർപ്പിടം അതിന് മുകളിൽ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. പ്രൈസലോ. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഇത് കൂടാരമാണ്. ആമേൻ. ഈ കൂടാരത്തിൽ ഞരക്കമുണ്ട്. എന്നാൽ ഇവിടെ നഗ്നരായിട്ടല്ല, പാപത്തിന്റെ നഗ്നതയിലല്ല ജീവിക്കേണ്ടത്, മറിച്ച് നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നുവെങ്കിൽ അവരുടെ അകത്തളങ്ങൾ ഒരു വലിയ പ്രത്യാശ ആമേ പ്രൈസലോ ഹല്ലേലൂയ ആമേ പ്രൈസലോ നിലനിൽക്കുന്നത്. ആമേ പ്രൈസലോ ഹല്ലേലൂയ തേജസ്സിന്റെ വസ്ത്രം അതിന്റെ മുകളിൽ ഉടുക്കുവാൻ ആമേൻ അവര് പ്രത്യാശിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. നമ്മുടെ ആമേൻ വിശ്വാസം ആമേൻ പ്രൈസലോ കാഴ്ചയാലുള്ള വിശ്വാസം ആമേൻ പ്രൈസലോ അല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ഉയരത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ദർശനം നമ്മുടെ അകത്തളങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് വെളിപ്പെട്ട് വരുവാ. ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അബ്രഹാം കൂടാരത്തിൽ പാർക്കുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയുക, ഞങ്ങൾ പരദേശികളാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ കൂടാരത്തിൽ പാർക്കുമ്പോൾ കർത്താവിനോട് അകന്ന് പരദേശികളാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്തെ നടക്കുകയാ. ഹല്ലേലൂയ. ആമേൻ പ്രൈസലോ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു ആമേൻ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ഭൂമിയിലേക്ക് നോക്കി ആമേൻ നമുക്ക് ഭൗമിക വാസം നയിക്കാൻ പറ്റൂ. പ്രൈസലോ. എന്നാൽ ആത്മീയ വാസം ഉയരത്തിലേക്ക് നോക്കി മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ജോലി ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കുന്നത് ആമേൻ അവന്റെ മുകളിലുള്ള പോസ്റ്റിലെ ആമേൻ പ്രൈസലോ ആ മാനേജർ ആകട്ടെ അസിസ്റ്റന്റ് മാനേജർ ആകട്ടെ എപ്പോഴാ പോകുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. അവൻ പോയാൽ എനിക്ക് അവിടെ ഒരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആമേൻ ഈ കാഴ്ചപ്പാടുകളോടെയാ, ഈ കാഴ്ചയോടെയാ. പ്രൈസലോ. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതം ആമേൻ മുന്നോട്ട് പോകേണ്ടത് പ്രൈസലോ ഇന്നുള്ള തലത്തിൽ നിന്ന് അടുത്ത ഒരു ആത്മീയ തലത്തിലേക്ക് എന്നെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് വരുന്നത് കൊണ്ട് എൻ്റെ ജീവിതം ആമേൻ നഗ്നമായ നേത്രങ്ങൾ കൊണ്ടുള്ള കാഴ്ചയാലല്ല, മറിച്ച് എൻ്റെ ജീവിതം വിശ്വാസത്താലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യും. ലോകത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ. പക്ഷേ ദൈവസ്ഥാനത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ വിശ്വസിക്കണം. സ്തോത്രം. ലോകത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ബുദ്ധിയല്ല ഉപയോഗിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടണമെങ്കിൽ വിശ്വസിക്കണം. സ്തോത്രം. ആമേൻ. വിശ്വാസത്താൽ അല്ലാതെ അക്കരെ നാട്ടിലെത്താൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. അകത്തളങ്ങൾ വിശ്വാസമുള്ള ദൈവ മക്കളെ വിശ്വാസത്തിൽ നടക്കാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസലോ. ആമേൻ. വളരെ വേഗത്തിൽ യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 26-ാമത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വേദഭാഗം. പ്രൈസലോ. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ആമേൻ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. അപ്പം വിശ്വാസത്തിന് എന്തുണ്ട്? ഒരു പ്രവൃത്തി ഉണ്ടെന്ന് യാക്കോബ് പറയുകയാ. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ അത് നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ ഇടവന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി തയ്യാറാകുകയാ. ഏക മകനല്ലേ യാഗം കഴിച്ചാൽ ആമേ പ്രൈസലോ അടുത്തത് എന്ത് എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നിടത്ത് ഹല്ലേലൂയ ആമേ സങ്കീർത്തനത്തിലൂടെ കേട്ടതുപോലെ ദൈവത്തിന്റെ കരുതലുകൾ അവിടെ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടവരും. പ്രൈസ്
പ്രൈസലോ. അബ്രഹാം ആമേ തന്റെ യിസ്ഹാക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുകയല്ല, അതിനു പകരമായി ദൈവം ഒരുക്കി വെച്ച ഒരു കരുതല് തക്ക സമയത്ത് വെളിപ്പെടുകയാ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വിശ്വാസത്തിൽ ആമേ സംസാരിക്കുക മാത്രമല്ല, വിശ്വാസത്തിൽ നടക്കുക മാത്രമല്ല, വിശ്വാസം നമ്മുടെ പ്രവൃത്തിയായി മാറട്ടെ. ഹല്ലേലൂയ. കേവലം പ്രസംഗം മാത്രമല്ല, പ്രസംഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയായി മാറട്ടെ. ഹല്ലേലൂയ. റീവന ഹംദുന റിഗദലക ജാരസിയാദന. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ ദൈവമക്കളെ, വിശ്വാസം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ട്. വിശ്വാസം ആമേൻ ചില വാക്കുകൾ നമ്മളോട് കൽപ്പിക്കുവാൻ പറയുന്നുണ്ട്. വിശ്വാസം ഒരു നടപ്പ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ട്. വിശ്വാസം ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നമുക്ക് ഇന്ന് പകൽക്കാലം മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുവാൻ ഞാൻ ഒരിക്കലും ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഒരു ദൈവ പൈതലിന് നേരെ കടന്നു വന്നാലും അവൻ പതറി പോകത്തില്ല. കാരണം അവൻ്റെ അകത്തളങ്ങളിൽ ഒരു വലിയ വിശ്വാസം ദൈവം പകർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ഒത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വിശ്വാസത്തിൻ്റെ ഒരു നല്ല പോര് നമ്മൾ പൊരുതുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസം നമുക്ക് കാക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ അവസാനിക്കാൻ കഴിയണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ ആമേൻ ജീവൻ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അവിടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എനിക്ക് ആത്യന്തികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു വലിയ ആത്മീയ സത്യം, ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ലക്ഷ്യം ഒന്നും കൂടെ ആമേൻ ഒന്ന് നമുക്ക് വെക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താ ലക്ഷ്യം? ആമേൻ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാതിക്കലായിരിക്കുകയാ. എനിക്ക് ആ നിത്യതയൊന്ന് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നിത്യത പ്രാപിക്കണമെങ്കിൽ എൻ്റെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാകണം. ഹല്ലേലൂയ. നിത്യത പ്രാപിക്കണമെങ്കിൽ എൻ്റെ നടപ്പിൽ വ്യത്യാസം ഉണ്ടാകണം. നിത്യത പ്രാപിക്കണമെങ്കിൽ എൻ്റെ പ്രവൃത്തിക്കകത്ത് വ്യത്യാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല സന്തോഷത്തോടെ ഈ വചനത്തെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിൽ ആരംഭിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോവുകയല്ല. ആമേൻ. വിശ്വാസത്തിൽ തന്നെ അവസാനിക്കാൻ നമുക്ക് ഇടവരട്ടെ. ഹല്ലേലൂയ. അതിന് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. വീഴാതെ വണ്ണം നമ്മെ നിർത്താൻ ആമേൻ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവനിൽ ആശ്രയിക്കുക, അവനെ വിശ്വസിക്കുക. ആ വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സന്തോഷത്തോടെ ആത്മീയ ജീവിതം ഇന്ന് പകൽക്കാലം നമുക്ക് നയിക്കുവാൻ ഇടവരട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനോട് ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. അബ്രഹാമേ, ഈ കൂടാരത്തിലൊക്കെ പാർക്കുന്നത് വളരെ ബുദ്ധിമുട്ടല്ലേ? സ്തോത്രം. ആമേൻ. സ്തോത്രം. അബ്രഹാമേ, ഈ ആമേ പ്രൈസിൽ ഓരോ ദിവസവും ഇങ്ങനെ കൂടാരം മാറ്റി മാറ്റി അടിച്ച് പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ ഇടങ്ങൾ ബുദ്ധിമുട്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം ഒരു കാര്യം പറയും. പ്രൈസ് ദി ലോർഡ്. കൂടാരത്തിനകത്ത് പാർക്കുമ്പോൾ ഞങ്ങളുടെ അകത്തൊരു വലിയ ആത്മീയ സന്തോഷമുണ്ട്. ആ സന്തോഷം എന്നാണെന്നറിയാമോ? ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ താൽക്കാലിക കൂടാരത്തിൽ പാർക്കുമ്പോൾ ദൈവമക്കളെ സന്തോഷം നമ്മുടെ അകത്തുണ്ടോ? സ്തോത്രം. സന്തോഷം ഇല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നിത്യതയാകട്ടെ. ആമേൻ. നിത്യതയിലേക്ക് നമ്മുടെ ലക്ഷ്യം വെച്ചാൽ ഈ ഹൃദയത്തിനകത്ത് സന്തോഷം നിറയുവാൻ ഇടവരും. ആനന്ദത്തോടെ പ്രത്യാശയോടെ നിറഞ്ഞുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഇടവരും.